വെൽക്കം ബാക്ക്. നമ്മുടെ ഡീപ്പ് ലേണിംഗ് ഇൻ മലയാളം എന്ന് പറയുന്ന സീരീസിലെ 6ാമത്തെ വീഡിയോയാണ്. നമ്മൾ 5ാമത്തെ വീഡിയോയിൽ നമ്മൾ സിഗ്മോയിഡ് ന്യൂറോണിൻ്റെ ലേണിംഗ് എങ്ങനെയാണ് എന്നാണ് നോക്കിയത്. നമുക്കറിയാം നമ്മുടെ സിഗ്മോയിഡ് ന്യൂറോണിൻ്റെ ലേണിംഗ് നമ്മൾ നടത്തുന്നത് ഫേസ് നടത്തുന്നത് ഗ്രേഡിയൻ ഡിസെൻറ്റ് എന്ന് പറയുന്ന അൽഗോരിതം വെച്ചിട്ടാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള ഡാറ്റയിലൂടെ നമ്മൾ ആദ്യം നമ്മുടെ പാരാമീറ്റേഴ്സ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യും. പാരാമീറ്റേഴ്സ് WB നമുക്ക് ഒരേ ഒരു ഫീച്ചറേ ഉള്ളൂ എന്ന് വെക്കുക തൽക്കാലം. എങ്കിൽ നമ്മൾ നമ്മുടെ പാരാമീറ്റേഴ്സ് 2 ഉണ്ടാവുള്ളൂ, W-യും B-യും. നമുക്ക് ഒരേ ഒരു ഫീച്ചറുള്ള ഒരു ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ഓക്കെ, നമ്മൾ W-നെയും B-നെയും അപ്പോൾ നമ്മുടെ ഇൻപുട്ട് എങ്ങനെയാണ് പറയുക, നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? y hat is equal to 1/1 plus e raised to minus wx plus b. ഈ W-യും ഈ B-യും ആണ് നമ്മുടെ പാരാമീറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ പാരാമീറ്റേഴ്സിനെ നമ്മൾ ആദ്യം ഇനിഷ്യലൈസ് ചെയ്യും. തൽക്കാലം നമുക്ക് റാൻഡമായി ഇനിഷ്യലൈസ് ചെയ്യുമെന്ന് വെക്കാം. പാരാമീറ്ററിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട്. തൽക്കാലം റാൻഡമായിട്ട് ഇനിഷ്യലൈസ് ചെയ്യും എന്ന് വെക്കാം. പാരാമീറ്ററിനെ ഇനിഷ്യലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡാറ്റയിലൂടെ ഐട്രേറ്റ് ചെയ്യുന്നു. വെച്ചാൽ ഡാറ്റയിൽ ഇങ്ങനെ പലവട്ടം കടന്നു പോകുന്നു. എത്രയോ പ്രാവശ്യം ഈ ഡാറ്റയിലൂടെ അല്ലെങ്കിൽ കുറേ അധികം പ്രാവശ്യം ഡാറ്റയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? y hat കമ്പ്യൂട്ട് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു W-B നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. W-B-ന് ഒരു വാല്യൂ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ആ വാല്യൂ വെച്ചിട്ടുള്ള y hat, ആ വാല്യൂ ഈ ഇക്വേഷനിൽ y hat is equal to 1/1 plus e raised to minus wx plus b എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള y hat നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ y hat കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ y ഉണ്ട്. y എന്ന് പറയുന്നത് ഇതാണ്. y എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ റിയൽ വാല്യൂ ആണ് y hat നമുക്ക് കണ്ടുപിടിക്കാം. y hat കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് പിന്നെ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം y-യും y hat ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം ലോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ WB വാല്യൂസിന് അപ്ഡേറ്റ് ചെയ്യും. WB വാല്യൂസിന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് WT+1 is equal, പുതിയ W is equal to പഴയ WT എന്ന് പറഞ്ഞാൽ പഴയ W, തൊട്ട് മുമ്പത്തെ WT മൈനസ് ഈറ്റ ഇൻറ്റു ഡെൽറ്റ WT. BT+1 is equal to BT മൈനസ് ഈറ്റ ഇൻറ്റു ഡെൽറ്റ BT. ഈ ഈറ്റയെ നമ്മൾ ലേണിംഗ് റേറ്റ് എന്നാണ് പറയുന്നത്. അത് എന്താണെന്ന് നമ്മൾ നോക്കി എത്ര പെട്ടെന്നാണ് നമ്മൾ ലേൺ ചെയ്യുന്നതിൻ്റെ സ്പീഡ് എന്താണ് എന്നാണ് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ലേണിങ്ങിൻ്റെ സ്പീഡ് കൂടും. ഡെൽറ്റ B എന്ന് പറയുന്നത് ഡെൽറ്റ W-യും ഡെൽറ്റ B-യും എന്ന് പറയുന്നത് ഡെൽറ്റ W എന്ന് പറയുന്നത് W-നുള്ള അപ്ഡേറ്റ് ആണ്. W-ൽ എന്ത് അപ്ഡേറ്റ് ആണ് വരുന്നത്? ഡെൽറ്റ B എന്ന് പറയുന്നത് B-ക്ക് എന്ത് അപ്ഡേറ്റ് ആണ് വരുന്നത് എന്നുള്ളതാണ്. ഈ ഡെൽറ്റ W-യും ഡെൽറ്റ B-യും എന്താണെന്ന് നമ്മൾ കണ്ടു. ഡെൽറ്റ W എന്ന് പറയുന്നത് നമ്മുടെ ലോസ് ഫംഗ്ഷൻ്റെ വിത്ത് റെസ്പെക്ട് ടു W ആയിട്ടുള്ള ഡെറിവേറ്റീവ് ആണ് ഡെൽറ്റ W എന്ന് പറയുന്നത്. നമ്മൾ ഗ്രേഡിയൻറ്റ് ഓഫ് W എന്നും വേണമെങ്കിൽ പറയാം. ഡെൽറ്റ B എന്ന് പറയുന്നത് നമ്മുടെ ലോസ് ഫംഗ്ഷൻ്റെ വിത്ത് റെസ്പെക്ട് ടു B വെച്ചിട്ടുള്ള ഡെറിവേറ്റീവിനാണ് നമ്മൾ ഡെൽറ്റ B എന്നും പറയണമെന്ന് കണ്ടു. എന്തുകൊണ്ടാണ് ഡെറിവേറ്റീവ് അങ്ങനെ വരുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. അത് നമ്മുടെ മെഷീൻ ലേണിംഗ് ഇൻ മലയാളം എന്ന് പറഞ്ഞ കോഴ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാകാത്തവർ ആ കോഴ്സ് ഒന്ന് കാണാം. അതിൻ്റെ അകത്തുള്ള 3-4 വീഡിയോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. കണ്ടു കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഡെറിവേറ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഡെറിവേറ്റീവ് ആണ് അല്ലെങ്കിൽ ഒരു പാരാമീറ്ററിനെ ലോസ് ഫംഗ്ഷൻ ആ പാരാമീറ്റർ വെച്ചുള്ള ഡെറിവേറ്റീവ് ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് അത് വ്യക്തമായി അതിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഗ്രേഡിയൻ ഡിസെൻറ്റ് റൂൾ. അപ്പോൾ ഈ ഡെൽറ്റ W-യും ഡെൽറ്റ BT എന്താണ് നമ്മളിവിടെ എഴുതിയത്? ഡെൽറ്റ WT എന്ന് പറഞ്ഞാൽ ഡോ L ബൈ ഡോ W ആണ്. ഡെൽറ്റ B എന്ന് പറയുന്നത് ഡോ L ബൈ ഡോ B ആണ്. ഓക്കെ, ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഡോ എന്ന് എഴുതുന്നത്. അതെല്ലാം നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നമുക്കിത് എങ്ങനെ ഒന്ന് കോഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് വേണം. ഏതിൻ്റെ ഉത്തരം നമുക്ക് വേണം? നമുക്ക് ഇത് എന്താണെന്നറിയില്ല. ഇതിങ്ങനെ ഡെറിവേറ്റീവ് എടുക്കണമെന്നേ അറിയുള്ളൂ. ഈ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും എന്ന് അറിയില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇവിടെ ഡെറിവേറ്റീവ് കണ്ടതിന് ശേഷം നേരിട്ട് എഴുതുകയാണ്. ഡെറിവേറ്റീവ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരിൽ അറിയില്ലാത്തവർ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിൽറ്റിൻ ആയിട്ടുള്ള പാക്കേജുകളിൽ ലഭ്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ നേരിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. നമ്മൾ ഡെൽറ്റ W എടുത്തു കഴിഞ്ഞാൽ, അതായത് ഡെറിവേറ്റീവ് ഓഫ് ദ ലോസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു W എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ നമുക്ക് 5 ഡാറ്റ ആണുള്ളതെന്ന് വെച്ചു. 5 പോയിന്റ്സ് ആണുള്ളത്. അത് നമ്മൾ ട്രെയിനിങ് സെറ്റിൽ നമ്മൾ നേരത്തെ എക്സാമിൽ നമുക്ക് 5 ഡാറ്റ ഉണ്ടായിരുന്നത്. 1, 2, 3, 4, 5 അല്ലേ? നമ്മുടെ ട്രെയിനിങ് സെറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ് സെറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 5 ഡാറ്റയാണുള്ളതെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ എം ഡാറ്റാസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ 5 ഡാറ്റ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് 5 ഡാറ്റ എന്ന് പറഞ്ഞത്. ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെറിവേറ്റീവ് ഓഫ് ലോസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു, ഡെൽറ്റ ഡബ്ല്യു, അതിനാണ് നമ്മൾ ഡെൽറ്റ ഡബ്ല്യു ഓർ ഗ്രേഡിയന്റ് ഓഫ് ഡബ്ല്യു എന്ന് വിളിക്കുക. അത് വരുന്നത് സിഗ്മ ഐ ഈക്വൽ ടു 1 to i. ഇതാ സമ്മേഷൻ ആണ്, വെളിയിലുള്ള സമ്മേഷൻ. നമ്മുടെ ലോസ് ഫംഗ്ഷൻ ആണല്ലോ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അതുകൊണ്ട് ലോസ് ഫംഗ്ഷനിൽ ഒരു സിഗ്മ ഉള്ളതുകൊണ്ട് ആ സിഗ്മ അവിടെ തന്നെ കിടക്കും. എഫ് ഓഫ് എക്സ് ഐ മൈനസ് വൈ ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ ഇൻറ്റു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഐ ഇൻറ്റു എക്സ് ഐ എന്നാണ് വരിക. വേറെ എഫ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1 പ്ലസ് ഇ റൈസ് ടു മൈനസ് ഡബ്ല്യു എക്സ് പ്ലസ് ബീനാണ് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ ith എക്സ് കൊടുക്കുമ്പോഴുള്ള എഫ് ഓഫ് എക്സ് ഐ. നമുക്ക് വേണം വൈ ഹാറ്റ് ഐ എന്നും വേണമെങ്കിൽ എഴുതാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ വൈ ഹാറ്റ് ഐ എന്നും നമുക്ക് വേണമെങ്കിൽ എഴുതാം. അത് വൈ ഹാറ്റ് ഐ തന്നെയാണ്. അതല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഡബ്ല്യു ബി വെച്ച് കൊണ്ട് നിങ്ങൾ ഒരു ith ഇൻപുട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വൈ വാല്യൂവിനെയാണ് നിങ്ങൾ അവിടെ എഫ് ഓഫ് എക്സ് ഐ എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ സാധാരണ വൈ ഹാറ്റ് എന്നും അതിന് ഡിനോട്ട് ചെയ്യാറുണ്ട്. എഫ് ഓഫ് എക്സ് ഐ മൈനസ് വൈ ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ ഇൻറ്റു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഐ ഇൻറ്റു എക്സ് ഐ എന്നാണ് ഡെൽറ്റ ഡബ്ല്യു വരിക. ഡെൽറ്റ ബി വരിക എഫ് ഓഫ് എക്സ് സിഗ്മ ഈക്വൽ 1 to 5, കാരണം 5 പോയിന്റാണ് ഉള്ളത്. എഫ് ഓഫ് എക്സ് ഐ മൈനസ് വൈ ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ ഇൻറ്റു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഐ എന്നാണ് ഡെൽറ്റ ബി വരിക. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടുക. നിങ്ങൾക്ക് സംശയമുള്ളവരൊന്ന് അല്ലെങ്കിൽ അത് ചെയ്യണമെന്നുള്ളവരൊന്ന് എടുത്ത് ഡിറൈവ് ചെയ്ത് നോക്കിയാൽ മതി. എന്താണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്? ഡെറിവേറ്റീവ് എടുക്കേണ്ടത് എന്തിൻ്റെയാണ്? നമ്മുടെ ലോസ് ഫംഗ്ഷൻ്റെയാണ്. ലോസ് ഫംഗ്ഷൻ എന്താണ്? സിഗ്മ ഐ ഈക്വൽ ടു 1 to 5 ഓർ 1 to m. എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രെയിനിങ് സെറ്റ്. 5 കേസിൽ 5 ഏതെടുത്താലും ഇതൊരു പ്രശ്നമില്ല, കാരണം ഈ സമ്മേഷൻ അതുപോലെ തന്നെ നമ്മൾ ഡെറിവേറ്റീവ് കിടക്കും എന്നുകൊണ്ട് ഈ സമ്മേഷൻ വിട്ട് കളയാൻ വലിയ പ്രശ്നമില്ല. നിങ്ങൾ സമ്മേഷൻ ഇടണമെന്ന് തന്നെ ഇല്ല, ഇതിൻ്റെ മാത്രം ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാലും മതി. ഏതിൻ്റെ? ഈ വൈ ഐ മൈനസ് വൈ ഹാറ്റ് ദ ഹോൾ സ്ക്വയർ, വൈ ഐ മൈനസ് വൈ ഹാറ്റ് ദ ഹോൾ സ്ക്വയർ, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വേർ വൈ ഹാറ്റ് ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഡബ്ല്യു എക്സ് പ്ലസ് ബി. അത് വെച്ചുള്ള അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എന്തെടുക്കണം? വിത്ത് റെസ്പെക്ട് ടു ബി യു എടുക്കണം, വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു എടുക്കണം. വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു എടുക്കുന്നതിന് നമ്മൾ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത്, ഡെൽറ്റ ഡബ്ല്യു നമുക്ക് ഇങ്ങനെ കിട്ടും. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എഫ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്ന 1/1 പ്ലസ് ഇ റേസ് ടു എന്ന് പറഞ്ഞ വരുന്ന നമ്മുടെ സിഗ്മോയിഡ് ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് ഐ എന്ന് വരിക. എഫ് ഓഫ് എക്സ് ഐ മൈനസ് വൈ ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ ഇൻറ്റു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഐ ഇൻറ്റു എക്സ് ഐ. ഡെൽറ്റ ബി വരിക എഫ് ഓഫ് എക്സ് ഐ മൈനസ് വൈ ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ ഇൻറ്റു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഐ. എന്തുകൊണ്ട് ഇതിനൊരു വ്യത്യാസമേ ഉള്ളൂ, ഡെൽറ്റ ബി വരുമ്പോൾ അവിടെ എക്സ് ഐ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് അവിടെ എക്സ് ഐ ഉണ്ടാവാത്തത്? അവിടെ എക്സ് ഐ ഉണ്ടാവാത്തത് അവിടെ എന്തില്ലാത്തത് കൊണ്ടാണ്? ബി എന്ന് പറയുന്ന ബയാസിൻ്റെ കൂടെ ഇൻപുട്ട് ഇല്ല, അല്ലേ? നമുക്കറിയാം, നമ്മുടെ സിഗ്മോയിഡ് ന്യൂറോണിൻ്റെ മോഡൽ നമ്മൾ പഠിച്ചപ്പോൾ ഈ വെയിറ്റ് ഉള്ളത് ഇൻപുട്ടുകൾക്കാണ്. അതുകൊണ്ട് ഡെൽറ്റ ഡബ്ല്യു എടുക്കുമ്പോൾ അവിടെ ഇൻപുട്ട് ഉണ്ട്, അതുകൊണ്ടാണ് എക്സ് ഐ അവിടെ വരുന്നത്. ഡെൽറ്റ ബി എടുക്കുമ്പോഴത്തേക്കും ബി യു ആയിട്ട് ഗുണിക്കാൻ ഇൻപുട്ടുകളൊന്നുമില്ല, അതുകൊണ്ട് എക്സ് ഐ അവിടെ വരില്ല. നിങ്ങൾ ഡെറിവേറ്റീവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രേഡിയൻറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി അതെങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പൈത്തൺ കോഡ്. നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ നമുക്കിതൊരു ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്ത് നോക്കാം. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കൊരു എക്സ് വൈ വാല്യൂ, നമ്മുടെ എക്സ് വൈ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിനിങ് സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്? എക്സ് വാല്യൂ ഉണ്ട്, അതാണ് നമ്മുടെ ഇൻപുട്ട്. വൈ എന്ന് പറയുന്ന വൈ വാല്യൂ ഉണ്ട്, അതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇത് ഞാൻ ഈ പ്രോഗ്രാമിൽ നേരിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണഗതി ഇത് പ്രോഗ്രാമിൻ്റെ അകത്തേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി അവിടെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ എഫ് ഓഫ് എക്സ് ആണ്, അല്ലെങ്കിൽ വൈ ഹാറ്റ് ആണ്. എന്താണ്? നമ്മുടെ സിഗ്മോയിഡ് ഫംഗ്ഷൻ ആണ്. എന്താണത് അതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യുന്നത്? ഡബ്ല്യൂയും ബിയും എക്സും പാസ് ചെയ്യുന്നുണ്ട്. അതെന്താ റിട്ടേൺ ചെയ്യുന്നത്? 1/1 പ്ലസ് ഇ റേസ് ടു എൻ പി ഡോട്ട് ഇ എക്സ് പി എന്ന് പറയുമ്പോൾ ഇ റേസ് ടു വരും. ഇ റേസ് ടു മൈനസ് ഡബ്ല്യു എക്സ് പ്ലസ് ബി ആണ് അത് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻ ഇത് നമ്മുടെ സിഗ്മോയിഡ് ഫംഗ്ഷനാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എറർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് എറർ? നമുക്ക് എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ സ്ക്വയർഡ് എററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എറർ ആദ്യം 0.0 ആണെന്നും ഇനിഷ്യലൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എക്സ് വൈ വാല്യൂസിലേക്ക് കടന്നു പോകും. ഈ സിപ്പ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഓരോ എക്സ് വൈ വാല്യൂസിലും കടന്നു പോകാൻ വേണ്ടിയാണ് സിപ്പ് ഓഫ് എക്സ് വൈ എന്ന് കൊടുത്തിരിക്കുന്നത്. അവർ ഫോർ ലൂപ്പിൽ എക്സ് വൈ ഇൻ സിപ്പ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ ഇത് എക്സിലുള്ള അത്രയും പ്രാവശ്യം കടന്നു പോകും. പക്ഷേ എക്സിന് ആദ്യത്തെ എക്സും വൈക്ക് ആദ്യത്തെ വൈയും, പിന്നെ എക്സിന് ആദ്യത്തെ രണ്ടാമത്തെ എക്സും വൈക്ക് രണ്ടാമത്തെ വൈയും, അങ്ങനെ വാല്യൂ ഇങ്ങനെ മാറി മാറി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എക്സ് വൈയിലൂടെ ഇതിങ്ങനെ ഐറ്ററേറ്റ് ചെയ്യും. ഐറ്ററേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ നമ്മൾ നമ്മുടെ വൈ ഹാറ്റ് കണ്ടുപിടിക്കുക. അതാണ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ്, അതായത് ഈ ഫംഗ്ഷൻ വിളിക്കും. ആദ്യത്തെ ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ വിളിക്കും. ഏത് ഫംഗ്ഷൻ? ഈ ഫംഗ്ഷൻ വിളിക്കും. ഓക്കെ,
ഈ ഫംഗ്ഷൻ വിളിച്ചിട്ട് നമ്മൾ ഡബ്ല്യുവും ബിയും ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഡബ്ല്യുവും ബിയും വെച്ചിട്ടുള്ള വാല്യൂസ് അത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ വിളിച്ചിട്ടില്ല, നമ്മൾ ഡബ്ല്യു ബി ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ള അത് ഇനിഷ്യലൈസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ എന്തോ ഡബ്ല്യു ബി ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ ഡബ്ല്യു ബി വെച്ചിട്ടുള്ള വൈ ഹാറ്റ് കണ്ടുപിടിക്കും. വൈ ഹാറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എററിൻ്റെ അകത്തേക്ക് അപ്പോൾ നമ്മൾ ഓരോ x5 വാല്യൂനും കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എററിൻ്റെ അകത്തേക്ക് 0.5 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ കിട്ടാൻ വേണ്ടിയാണ് 2 ഇൻറ്റു ഇട്ടിരിക്കുന്നത്. സ്ക്വയർ കിട്ടും. 0.5 ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയർഡ് എറർ എടുക്കുമ്പോൾ 1/2 കൊണ്ട് ഗുണിക്കും. 1/2 കൊണ്ട് ഗുണിച്ചില്ലാലും കുഴപ്പമില്ല. അത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് 1/2 കൊണ്ട് ഗുണിക്കുന്നത്. അത് ഇട്ടില്ലാലും കുഴപ്പമില്ല. അങ്ങനെയാണ് നമ്മൾ എറർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഗ്രേഡിയൻ ബിയും ഗ്രേഡിയൻ ഡബ്ല്യൂയും. ഗ്രേഡിയൻ ബിയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഗ്രേഡിയൻ ഡബ്ല്യൂയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെൽറ്റ ഡബ്ല്യൂയും ഡെൽറ്റ ബിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഡെൽറ്റ ഡബ്ല്യൂയും ഡെൽറ്റ ബിയും കണ്ടുപിടിക്കാൻ പറ്റും. ഡെൽറ്റ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഡെൽറ്റ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? തൊട്ട് മുമ്പത്തെ സ്ലൈഡിലുണ്ട്. ഡെൽറ്റ ബി എന്ന് പറയുന്നത് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് ഐ മൈനസ് വൈ ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ പ്ലസ് ഇൻറ്റു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഐ. അത് അതുപോലെ തന്നെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. സിഗ്മ നമ്മളിവിടെ എടുത്തിട്ടില്ല. സിഗ്മ നമ്മൾ എടുക്കും. അത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. തൽക്കാലം എഫ് ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് എഫ് ഓഫ് എക്സ് ആണ് ഡെൽറ്റ ബിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഡെൽറ്റ ഗ്രാഡ് ഡബ്ല്യു എന്ന് പറയുന്നത് ഡെൽറ്റ ഡബ്ല്യു കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ് ഗ്രാഡ് ഡബ്ല്യു, ഗ്രേഡിയൻ ഡബ്ല്യു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. എന്നിട്ട് എഫ് ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എക്സ്. ഓക്കെ, കാരണം അതിൻ്റെ അകത്ത് എക്സ് ഡബ്ല്യുവും ബിയും എക്സും വൈയും പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വൈ എന്ന് പറയുന്ന ഗ്രൗണ്ട് ട്രൂത്ത് ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ശരിക്കും നമ്മുടെ ട്രെയിനിങ് സെറ്റിലുള്ളതാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വൈ ഹാറ്റ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും വൈ ഹാറ്റ് ആണ് കേട്ടോ. എഫ് എക്സ് എന്ന് എഴുതിയിരിക്കുന്ന വൈ ഹാറ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഡെൽറ്റ ബിയും കണ്ടുപിടിച്ച് ഡെൽറ്റ ഡബ്ല്യൂയും കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രേഡിയൻ ഡിസെൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതുന്നു. ആ ഫംഗ്ഷനിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഡബ്ല്യൂയും ബിയും ഈറ്റയും. ഈറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേണിംഗ് റേറ്റ് ആണ് ഈറ്റ. ഓക്കെ, അത് നമ്മൾ മെഷീൻ ലേണിംഗ് മലയാളത്തിൽ നമ്മൾ ആൽഫ എന്ന് പറഞ്ഞാണ് കേട്ടോ എടുത്തത്. ഇതൊക്കെ ഞാൻ വേറെ കുറേ സ്ലൈഡുകളൊക്കെ നോക്കിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കൺവെൻഷൻ ഞാൻ അതുപോലെ ഉപയോഗിക്കുന്നുള്ളൂ. ഏത് പേരെടുത്താലും കുഴപ്പമില്ല, അത് ലേണിംഗ് റേറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഡബ്ല്യു ബി ഈറ്റ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഡബ്ല്യു ബിയും -2 ഈറ്റ 1.0 നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് റാൻഡമായിട്ട് ഇനിഷ്യലൈസ് ചെയ്യാം. ഈറ്റ അല്ല, ഡബ്ല്യു ബിയും. അതിനെക്കുറിച്ചുള്ള അത് എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യുന്നുള്ളതൊക്കെ വരും ലെക്ചറിൽ നമുക്ക് വിശദമായി സംസാരിക്കാം. എന്നിട്ട് നമ്മളൊരു 1000 എപ്പോക്സ് 1000 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. കാരണം അത്രയും പ്രാവശ്യം ഫോർ ലൂപ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ i = 0 to 1000 1000 പ്രാവശ്യം ലൂപ്പ് റൺ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? ഡി ഡബ്ല്യു ഡി ബി എന്ന് പറയുന്ന രണ്ട് ടെമ്പററി വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഡി ഡബ്ല്യു ഡി ബി അത് 2 0 ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് ഫോർ എക്സ് വൈ ഇൻ സിപ്പ് ഓഫ് എക്സ് വൈ. എക്സ് വൈ എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിങ് സെറ്റാണ്. എക്സ് വാല്യൂസ് നമ്മുടെ ഇൻപുട്ടും വൈ വാല്യൂസ് നമ്മുടെ ഔട്ട്പുട്ടുമാണ്. അപ്പോൾ നമ്മൾ ഓരോ എക്സ് വൈയിലൂടെയും കടന്നു വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഗ്രാഡ് ഡബ്ല്യുവും ഗ്രാഡ് ബിയും വിളിക്കും. എന്തിനാണ് ഗ്രാഡ് ഡബ്ല്യൂയും ഗ്രാഡ് ബിയും വിളിക്കുന്നത്? ഡെൽറ്റ ഡബ്ല്യൂയും ഡെൽറ്റ ബിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് കൂട്ടി എടുക്കും. എന്താ? നമ്മുടെ ഡെൽറ്റ ഡബ്ല്യൂ എന്നതിൻ്റെ വെളിയിൽ ഡെൽറ്റ ഡബ്ല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സിഗ്മ ഉണ്ട്. ഈ സിഗ്മ ഉണ്ട് കണ്ടോ? ഈ സിഗ്മ ഐ = 1 to 5 ഉണ്ട്. ഓരോ എക്സ് വൈ വാല്യൂസിനും അത് കൂട്ടിയെടുക്കണം ആ ഗ്രേഡിയൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർ ലൂപ്പിലിട്ട് ഓരോ എക്സ് വൈ വാല്യൂസിനും ഈ ഗ്രേഡിയൻറ്റ് കൂട്ടിയെടുത്ത് എല്ലാ എക്സ് വൈ വാല്യൂസിനും ഡെൽറ്റ ഡബ്ല്യൂയും ഡെൽറ്റ ബിയും കൂട്ടിയെടുത്ത് കഴിയുമ്പോൾ അപ്പോൾ ഓരോ വാല്യൂസും കണ്ടുപിടിക്കുന്നു. ആ പർട്ടിക്കുലർ പോയിന്റിലെ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അത് കൂട്ടിയെടുത്ത് കഴിയുമ്പോൾ ഫുൾ ഗ്രേഡിയൻ്റ് ആവും. എന്നിട്ട് നമ്മൾ ഡബ്ല്യൂനെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഡബ്ല്യൂ = ഡബ്ല്യൂ മൈനസ് ഈറ്റ ഇൻറ്റു ഡി ഡബ്ല്യൂ ഓർ ഡെൽറ്റ ഡബ്ല്യൂ എന്നാണ്. ബി = ബി മൈനസ് ഈറ്റ ഇൻറ്റു ഡെൽറ്റ ബി. ഓക്കെ, ഇത്ര സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോഡ് ചെയ്യാവുന്നതുള്ളൂ. പക്ഷേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു സ്യൂഡോ കോഡാണ്. നമുക്കിത് നന്നായിട്ട് സത്യം പറഞ്ഞാൽ നമുക്കൊരു ക്ലാസ് ആയിട്ടൊക്കെ എഴുതാം. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, ഇനി സപ്പോസ് നമ്മളിപ്പോൾ പറഞ്ഞത് ഒരേ ഒരു ഇൻപുട്ടുള്ള കേസിലാണ്. നമ്മളിപ്പോൾ എടുത്ത കേസിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഒരേ ഒരു ഇൻപുട്ടാണുള്ളത്. ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആണുള്ളത് അല്ലേ? ഒന്നിലധികം ഇൻപുട്ടുകൾ ഉണ്ടെങ്കിലോ, അതായത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന പാരാമീറ്ററുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഡബ്ല്യൂയും ബിയും മാത്രമേ ഉള്ളൂ അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ വൈ ഹാറ്റ് എന്ന് പറഞ്ഞാൽ വൈ ഹാറ്റ് = 1/1 + e⁻− wx + b ആണ്. ഡബ്ല്യൂയും ബിയും 2 പാരാമീറ്ററുള്ളൂ. സപ്പോസ് നിങ്ങൾക്ക് 2ലധികം പാരാമീറ്റേഴ്സ് ഉണ്ടാവും. അതായത് ഒന്നിലധികം ഡബ്ല്യൂസ് ഉണ്ട്. അതാ ഒന്നിലധികം ഇൻപുട്ടുകളുണ്ട്. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ, ഞാൻ ഇങ്ങനൊരു ഡാറ്റയാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചോ. ഈ കാണുന്ന പോലത്തെ, അത് കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു ഡാറ്റയാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചു. എന്താണ് ഈ ഡാറ്റ? ഈ ഡാറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആശുപത്രി റേറ്റിംഗ് ആണ്. അതായത് അതായത് ആശുപത്രിയിലെ ഹെൽത്ത് കെയർ നല്ലതാണോ അല്ലേ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ അവസാനം കൊടുത്തിരിക്കുന്ന ഈ കോളമാണ് നമ്മുടെ
ഈ അവസാനം കൊടുത്തിരിക്കുന്ന ഈ കോളമാണ് നമ്മുടെ വൈ വാല്യൂസ്. നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എമർജൻസി റൂം വിസിറ്റ് ഉണ്ടോ, നർക്കോട്ടിക്സ് ഉണ്ടോ, പെയിൻ ഉണ്ടോ, ടോട്ടൽ വിസിറ്റ്സ് എത്രയാണ്, മെഡിക്കൽ ക്ലെയിം ഉണ്ടോ, ഇതെല്ലാം ഉണ്ടെങ്കിൽ നല്ല കെയർ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഔട്ട്പുട്ട്. നല്ല കെയർ ആണെങ്കിൽ 1, ചീത്ത കെയർ ആണെങ്കിൽ 0. ഒരു ആശുപത്രിയെക്കുറിച്ചുള്ള ലൈക്ക് ഡിസ്ലൈക്ക്, നമ്മൾ ഫോൺ ലൈക്ക് ഡിസ്ലൈക്ക് എടുത്ത പോലെ ഒരു ആശുപത്രിയെ കുറിച്ചുള്ള ലൈക്ക് ഡിസ്ലൈക്ക് ആണെന്ന് നോക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കുള്ള ഫീച്ചേഴ്സ് 1, 2, 3, 4, 5 ഫീച്ചേഴ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് W1, W2, W3, W4, W5 ബിയും ഉണ്ടാവും. സോ ടോട്ടൽ 6 പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് 5 ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടാവും? 6 പാരാമീറ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ 6 പാരാമീറ്റേഴ്സ് വരുമ്പോൾ ഇത് എങ്ങനെ വരും? ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സിഗ്മോയിഡ് ഫംഗ്ഷൻ്റെ g of z ആണ് നമ്മുടെ സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്ന് വെക്കുക. 1/1 + e⁻z ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ z എന്ത് വരും? W1 x1. x1 എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് എമർജൻസി വരും. ഇപ്പോൾ W1 x1 + W2 x2. x2 എന്ന് പറഞ്ഞാൽ നർക്കോട്ടിക്സ്. W3 x3 പെയിൻ. W4 x4 + W5 x5 + b എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് വരും? ഈ x1 എന്ന് പറഞ്ഞാൽ ER വിസിറ്റ് ആണ്, x2 എന്ന് പറഞ്ഞാൽ നർക്കോട്ടിക്സ് ആണ്, x3 എന്ന് പറഞ്ഞാൽ പെയിൻ ആണ്, x4 എന്ന് പറഞ്ഞാൽ ടോട്ടൽ വിസിറ്റ് ആണ്, x5 എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ക്ലെയിംസ് ഉണ്ടോ ഇല്ല എന്നുള്ള, അല്ലെങ്കിൽ മെഡിക്കൽ ക്ലെയിംസിൻ്റെ എണ്ണമാണ്. ഇത്രയും സാധനങ്ങൾ വരും. അപ്പോൾ അത്രയും പ്ലസ് ബി എന്ന് വരും. അപ്പോൾ W1 × ER വിസിറ്റ്സ് + W2 × നർക്കോട്ടിക്സ് + W3 × പെയിൻ + W4 × ടോട്ടൽ വിസിറ്റ് + W5 × മെഡിക്കൽ ക്ലെയിംസ് + ബി എന്ന് വരും. അപ്പോൾ നമ്മൾ W1 x1 + W2 x2 + W3 x3 + W4 x4 + W5 x5 + b ആണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഒരു സാധനം വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് എന്ത് കൂടി? നമ്പർ ഓഫ് ഫീച്ചേഴ്സ് കൂടി. അപ്പോൾ നമ്മുടെ y hat = 1/1 + e⁻−w1 xi1 + w2 xi2 + w3 xi3 + w4 xi4 + w5 xi5 + b എന്ന് വരും അല്ലേ? നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്ത് ഇത്രയധികം പാരാമീറ്റേഴ്സ് കയറി വരും. അപ്പോൾ നമ്മൾ Δw നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നമുക്കറിയാം നമ്മൾ Δw കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ σi = 1 to m. വേറെ നേരത്തെ ഇവിടെ 5 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ m എന്നാണ് എഴുതുന്നത്. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രെയിനിങ് എക്സാമ്പിൾസാണ്. ഇവിടെ എത്ര ട്രെയിനിങ് എക്സാമ്പിൾ? 1, 2, 3, 4 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ m എന്ന് പറയുന്നത് 4 ആണ്. σi = 1 to m f(x) - y × f(x) × 1 - f(x) × x ആണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നിലധികം W വാല്യൂസ്, Δw എന്ന് പറയുന്ന ഒരൊറ്റ വാല്യൂ അല്ല. Δw W1 W2 കുറേ എത്ര എണ്ണം ഉണ്ട്? W1 W2 W3 W4 W5 വരെ ഉണ്ട്. Δwൻ്റെ അകത്ത് W1ൻ്റെ ഗ്രേഡിയൻ്റ് വേണം, W2ൻ്റെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. Δw1 = σi = 1 to m y hat എന്ന് പറഞ്ഞാൽ നമ്മുടെ f(x) തന്നെയാണ്. y hat - y × y hat × 1 - y hat × xi1. ഇവിടെയാണ് വ്യത്യാസം വരിക. i1 എന്ന് പറയുന്ന ഫസ്റ്റ് ഫീച്ചർ കൊണ്ട് ഗുണിക്കുക. W2 എന്ന് പറയുന്ന അപ്പോൾ എങ്ങനെ വരും? σi = 1 to m y hat - y × y hat × 1 - y hat × xi2 രണ്ടാമത്തെ ഫീച്ചറിൻ്റെ വില കൊണ്ട് ഗുണിക്കുക. ഓക്കെ. അപ്പോൾ ഈ i എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. i എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് സെറ്റാണ്. അപ്പോൾ ഇവിടെ i1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ട്രെയിനിങ് സെറ്റിൻ്റെ ആദ്യത്തെ ഫീച്ചർ കൊണ്ട് ഗുണിക്കുക. x21 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം രണ്ടാമത്തെ ട്രെയിനിങ് സെറ്റിൻ്റെ, അതായത് ആദ്യത്തെ ട്രെയിനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? രണ്ടാമത്തെ ട്രെയിനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. രണ്ടാമത്തെ ട്രെയിനിങ് സെറ്റിൻ്റെ ആദ്യത്തെ വാല്യൂ കൊണ്ട് രണ്ടാമത്തെ ട്രെയിനിങ് സെറ്റ് ആദ്യത്തെ വാല്യൂ 1 ആണ്. അങ്ങനെ അതാണ് ഈ i കൊണ്ട്. അപ്പോൾ i കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രാമത്തെ ട്രെയിനിങ് സെറ്റാണെന്ന്. ഇവിടെ i 1 to m വരെയാണ്. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രെയിനിങ് സെറ്റാണ്. സോ i 1 to m വരെ മാറുമ്പോൾ നമുക്കറിയാം i കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എത്രാമത്തെ ട്രെയിനിങ് സെറ്റ് ആണെന്നാണ്. രണ്ടാമത്തെ സാധനം ഈ i2 എന്ന് പറയുമ്പോൾ 2 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രാമത്തെ ഫീച്ചർ ആണെന്നുള്ളതാണ്. ഇത് x1 x2 x3 x4 x5 ഫീച്ചർ വരെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് Δwj ഇങ്ങനെ ചുരുക്കത്തിൽ എഴുതാം. Δwj = σi = 1 to m y hat - y × y hat × 1 - y hat × xij. വേറെ i എന്ന് പറയുന്നത് എത്രാമത്തെ ട്രെയിനിങ് എക്സാമ്പിൾ ആണെന്നുള്ളതാണ്. j എന്ന് പറയുന്നത് എത്രാമത്തെ ഫീച്ചർ ആണെന്നുള്ളത്. അപ്പോൾ ഒന്നിലധികം രണ്ടിലധികം പാരാമീറ്റേഴ്സ് വന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് എഴുതാം. പക്ഷേ ബിക്ക് ബിക്ക് ഇക്വേഷനിൽ വ്യത്യാസമുണ്ടോ? Δbക്ക് ഇല്ല. Δbക്ക് ഇക്വേഷനിൽ വ്യത്യാസമില്ല. കാരണം ഇവിടെ ഒരു ബി ഉള്ളൂ. നേരത്തെ കേസ് നിങ്ങൾ ഇത് ചെയ്തപ്പോഴത്തേക്കും നമുക്ക്
ഈ കേസിൽ നമുക്ക് ഒരേ ഒരു ബി ഉള്ളൂ. അപ്പം ബിയുടെ ഇക്വേഷനിൽ വ്യത്യാസമില്ല, കാരണം അതിൻ്റെ അകത്ത് എക്സ് വരുന്നേ ഇല്ല. എക്സ് എന്ന് പറയുന്ന വാല്യൂ ബിയിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബിയുടെ ഇക്വേഷനിൽ വ്യത്യാസമില്ല. പക്ഷേ W1 ഡെൽറ്റ W1 ഡെൽറ്റ W2 അല്ലെങ്കിൽ ഡെൽറ്റ WJനെ നമുക്ക് കോമൺ ആയിട്ട് സിഗ്മ i = 1 to m y hat minus y into y hat into 1 minus y hat into xij എന്ന് കോമൺ ആയിട്ട് എഴുതാം. അങ്ങനെയാണ് നമ്മൾ ഒന്നിലധികം പാരാമീറ്റേഴ്സ് വരുമ്പോൾ നമ്മൾ ചെയ്യുക. ഇനി നമ്മളിത് എങ്ങനെ കോഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും? നമ്മൾ തൊട്ട് മുമ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്ത കോഡിൽ 2 പാരാമീറ്റേഴ്സ് ഉണ്ടെന്നുള്ള പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതിയത്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഗ്രേഡിയൻറ്റ് ബിയും ഗ്രേഡിയൻറ്റ് ഡബ്ല്യൂയും മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ അല്ലേ. ഇനി നമുക്ക് ഗ്രേഡിയൻറ്റ് ബി തന്നെ ഉള്ളൂ. പക്ഷേ ഗ്രേഡിയൻറ്റ് ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂ അല്ല, ഗ്രേഡിയൻറ്റ് WI ആണ്. ഒന്നിലധികം ഡബ്ല്യൂ ഗ്രേഡിയൻറ്റുകൾ ഡെൽറ്റ ഡബ്ല്യൂ മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ ഇനി ഡെൽറ്റ W1 വരും, W2 വരും. അപ്പം അതുകൊണ്ട് നമുക്കതിനെ ജനറലൈസ് ചെയ്ത് ഇങ്ങനെ എഴുതാം. നമ്മുടെ ഈ ഡെൽറ്റ ഡബ്ല്യൂവിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതും. എങ്ങനെയാണ് മാറ്റി എഴുതുക? അതിനു മുമ്പ് ഡെൽറ്റ ഡബ്ല്യൂവിൻ്റെ ഫംഗ്ഷൻ മാറ്റി എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇത് തന്നെ മാറും, നമ്മുടെ ഫംഗ്ഷൻ തന്നെ മാറും. അതായത് നമ്മൾ സിഗ്മോയിഡ് ഫംഗ്ഷൻ തന്നെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതേണ്ടി വരും. സിഗ്മോയിഡ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ മാറ്റി എഴുതുക? നേരത്തെ നമുക്ക് ഡബ്ല്യൂയും ബിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 1/1 + e WX - WX + b എന്ന് ഒറ്റടിക്ക് എഴുതിയിരുന്നതിന് പകരം നമ്മൾ 1/1 + W.x എന്ന് ഇടും. അതായത് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കും, ഡബ്ല്യൂവിൻ്റെ എക്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കും. ഡോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എലമെന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഓരോ W വാല്യൂസും ഓരോ X വാല്യൂസും നമുക്ക് കിട്ടും. കാരണം നേരത്തെ നമ്മൾ ഒരു X എന്ന് പറഞ്ഞാൽ ഒരൊറ്റ X വാല്യൂ ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ കേസിൽ, അതായത് ഒന്നിലധികം ഫീച്ചേഴ്സ് ഉള്ളപ്പോൾ X എന്ന് പറയുന്നത് ഒരു അറേ ആണ് അല്ലെങ്കിൽ ഒരു വെക്ടറാണ്. ഒന്നിലധികം വാല്യൂസ് ഉള്ള ഒരു വെക്ടറാണ്, ഒരു കോളം വെക്ടറോ അല്ലെങ്കിൽ റോ വെക്ടറോ ആണ് X. കാരണം ഒരു ട്രെയിനിങ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഈ കേസിൽ നമ്മളൊരു ട്രെയിനിങ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ആദ്യത്തെ ട്രെയിനിങ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 0, 2, 6, 11, 53 അതാണ് ആദ്യത്തെ ട്രെയിനിങ് എക്സാമ്പിൾ. അപ്പോൾ അതൊരു ഈ കോളം ഡാറ്റയാണ് അല്ലെങ്കിൽ ഈ റോ ഡാറ്റയാണ്, ഈ വെക്ടറാണ്, ഇത്രയുള്ള ഈ വെക്ടറാണ് നമ്മുടെ ഫസ്റ്റ് ട്രെയിനിങ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് X എന്ന് പറഞ്ഞാൽ ഈ വെക്ടറാണ്. നേരത്തെ കേസിൽ അതൊരു ഒറ്റ സിമ്പിൾ എലമെന്റ് ആയിരുന്നു, കാരണം ഒറ്റ ഫീച്ചറേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വെക്ടർ ഇൻറ്റു നമ്മുടെ വെയിറ്റ് ഈസ് എഗൈൻ, വെയിറ്റ് എന്ന് പറയുന്നത് എഗൈൻ എന്താണ്? ഒരു വെക്ടറായിട്ട് വരും അല്ലെ. വെയിറ്റ് എന്ന് പറയുന്നത് എഗൈൻ ഒരു വെക്ടറായിട്ട് വരും, കാരണം ഒന്നിലധികം വെയിറ്റുകളുണ്ട്. സോ W ഒരു വെക്ടറാണ്, X ഒരു വെക്ടറാണ്. അപ്പോൾ W × X എന്നുള്ളതിന് പകരം Wയും X നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ W1x1 + W2x2 + W3x3 + W4x4 അങ്ങനെ എത്ര ഫീച്ചർ ഉണ്ട് അത്ര വരെ. നമ്മുടെ കേസിൽ W5x5 വരെയും വരും +b. ഓക്കെ, അപ്പോൾ NP.NPയുടെ അകത്തുള്ള നമ്പയുടെ അകത്തുള്ള ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഫംഗ്ഷൻ എടുത്താൽ നമുക്ക് എലമെന്റ് വൈസ് രണ്ട് വെക്ടറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എലമെന്റ് വൈസ് ഗുണിച്ചിട്ട് അതിന്റെ സമ്മാണ് കിട്ടുക. ഓക്കെ, ഈ NP ഡോട്ട് എന്നെടുക്കുമ്പോൾ അങ്ങനെ സമ്മാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഡബ്ല്യൂവിൽ ഉള്ള ഓരോ എലമെന്റും എക്സിലെടുത്ത് ഓരോ എലമെന്റും എടുത്ത് ഗുണിച്ച് അതിന്റെ സമ്മാണ് നമ്മൾ എടുക്കുക +b. അതാണ് ഈ ഫംഗ്ഷൻ കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ, നമ്മുടെ സിഗ്മോയിഡ് ഫംഗ്ഷൻ അങ്ങനെ മാറും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ ഇങ്ങനെ മാറും. കാരണം ഗ്രേഡിയന്റ് ബി കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനിൽ മാറ്റമൊന്നുമില്ല, നമ്മൾ കണ്ടു. പക്ഷേ ഗ്രേഡിയന്റ് ഓഫ് W കണ്ടുപിടിക്കാനുള്ള നമ്മൾ മാറും. കാരണം നേരത്തെ ഗ്രേഡിയന്റ് ഓഫ് W മാത്രമായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നിലധികം W വാല്യൂസ് ഉണ്ട്. W1, W2 അപ്പോൾ W5 വരെയുണ്ട് നമ്മൾ ഇപ്പോൾ എടുത്ത എക്സാമ്പിൾ. അല്ലെങ്കിൽ WN വരെയുണ്ട്, N ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് ഇൻപുട്ടിന് N ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ WN വരെയുണ്ട്, W1 തൊട്ട് WN വരെയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? ഗ്രേഡിയന്റ് ഓഫ് WI എന്നാക്കും Wന് പകരം. എന്നിട്ട് എന്ത് കേൾക്കും? അതിൻ്റെ അകത്ത് Wയും Bയും Xും Yയും മാത്രമല്ല. ഇപ്പം നോക്കണേ, X എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്ടറാണ്. ഓക്കെ, Xും Yയും മാത്രമല്ല, I കൂടി പാസ് ചെയ്യും. എത്രാമത്തെ W വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള I കൂടി പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ f(x) വിളിക്കും, അതായത് നമ്മുടെ സിഗ്മോയിഡ് ഫംഗ്ഷൻ വിളിക്കും. ഈ സിഗ്മോയിഡ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമ്മൾ y hat കിട്ടും. എന്നിട്ട് റിട്ടേൺ മറ്റേ അതേ ഫംഗ്ഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. f(x) മൈനസ് f(x) ആണ് y hat ആണ്, y hat മൈനസ് y hat into 1 minus y hat into x of I എന്നാണ് കൊടുക്കുക. ഇവിടെ I എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ith, ഇവിടെ x of I എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക x എന്ന് പറയുന്ന നമ്മുടെ ട്രെയിനിങ് എക്സാമ്പിളിലെ ith ഫീച്ചറിനാണ് കിട്ടുക. കാരണം എക്സിൽ വരെ ഇപ്പോൾ നമ്മുടെ കേസിലാണ് 5 ഫീച്ചേഴ്സ് ഉണ്ട്, ith ഫീച്ചറിനാണ് കിട്ടുക. അവിടെ നമ്മൾ 2 കൊടുത്ത് 2 ഫീച്ചർ, രണ്ടാമത്തെ ഫീച്ചറിനെ കൊണ്ട് ഗുണിക്കും. അപ്പോൾ അത് നമ്മുടെ ഫംഗ്ഷൻ പോലെ തന്നെ നടക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളത് കോഡിൽ ഇംപ്ലിമെന്റ് ചെയ്യുക.
ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ആ ഒരു അടുത്തൊരു വീഡിയോയിൽ അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള നമുക്ക് വിശദമായിട്ട് ഒരു ഹാൻഡ്സ് ഓൺ സെഷനായിട്ട് നോക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ ഡാറ്റയെക്കുറിച്ച് സംസാരിച്ചു, ടാസ്കിനെ കുറിച്ച് സംസാരിച്ചു, മോഡൽ സിഗ്മോയിഡ് ന്യൂറോൺ അതിനെക്കുറിച്ച് സംസാരിച്ചു, ലേണിംഗ് എങ്ങനെ ചെയ്യാം എന്ന് പഠിച്ചു. ഇനി നമുക്ക് ബാക്കി നിൽക്കുന്ന ഒരു സാധനം ഇവാലുവേഷനാണ്. എന്ത് ഇവാലുവേഷനാണ് നമ്മൾ ഉപയോഗിക്കുക? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ സ്ക്വയർഡ് എററാണ് നമ്മുടെ ലോസ് നമ്മുടെ സ്ക്വയർഡ് എററാണ്. നമുക്ക് ഈ സിഗ്മോയിഡ് ന്യൂറോണിൻ്റെ ഒരു പ്രത്യേകത, അത് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. റിഗ്രഷൻ ഉപയോഗിക്കാം, ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാം. നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് വാല്യൂ ആണെങ്കിൽ അതിനാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുക. റിഗ്രഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നിങ്ങൾ സിഗ്മോയിഡ് ന്യൂറോൺ റിഗ്രഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു മെട്രിക്കാണ് നമ്മൾ ഇവാലുവേഷൻ ഉപയോഗിക്കുന്നത്. റൂട്ട് മീൻ സ്ക്വയർ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നിങ്ങൾ ഓരോ വൈ വാല്യൂ എടുക്കുക, വൈ ഹാറ്റ് വാല്യൂ എടുക്കുക. വൈ എന്ന് പറയുന്നത് നിങ്ങൾ ഡേറ്റയിലുള്ളതാണ്, വൈ ഹാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് അത് വൈ മൈനസ് വൈ ഹാറ്റ് ദ ഹോൾ സ്ക്വയർ എടുക്കുക. എന്നിട്ട് അതിനെ 1/n വെച്ച് ഹരിക്കുക. വേറെ n ഈസ് എ നമ്പർ ഓഫ് ഡാറ്റ, എത്ര ഡാറ്റ പോയിന്റ് ഉണ്ടോ അതിനുണ്ട്. അതായത് നിങ്ങൾ വ്യത്യാസത്തിന്റെ സ്ക്വയർഡ് ആവറേജ് എടുത്തിട്ട് അതിന്റെ റൂട്ട് എടുക്കുന്നതിനാണ് നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ എറർ എന്ന് പറയുക. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ എറർ എന്ന് കിട്ടുക. അതായത് റൂട്ട് ഓഫ് 1/n into sigma I is equal to 1 to n y minus y hat the whole square. അതാണ് നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ എറർ എന്ന് പറയുക. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ട്രെയിനിങ് ഡാറ്റ ഉണ്ട്, ടെസ്റ്റ് ഡാറ്റ ഉണ്ടെന്ന് നോക്കുക. എന്താണ് ട്രെയിനിങ് ഡാറ്റ ആൻഡ് ടെസ്റ്റ് ഡാറ്റ? അത് നമുക്ക് വരിക കാണാം. അതായത് നമ്മൾ ഇതിനു മുമ്പ് മെഷീൻ ലേണിംഗ് ഇൻ മലയാളം എന്ന് പറഞ്ഞ ആദ്യത്തെ കോഴ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടുന്ന മുഴുവൻ ഡാറ്റ വെച്ച് നമ്മൾ ട്രെയിൻ ചെയ്തില്ല. അതിൻ്റെ ഇപ്പോൾ ഒരു 80% ഡാറ്റ എടുത്തായി നമ്മൾ ട്രെയിൻ ചെയ്യുക. ബാക്കി 20% ഡാറ്റ നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി ബാക്കി വെക്കും. അതാണ് നമ്മൾ ട്രെയിൻ ഡാറ്റ ആൻഡ് ടെസ്റ്റ് ഡാറ്റ. അപ്പോൾ ഈ ഡാറ്റ വെച്ചാണ് നമ്മൾ ട്രെയിൻ ചെയ്തത്. ഈ ഡാറ്റ വെച്ചാണ് നമ്മൾ ട്രെയിൻ ചെയ്തത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡാറ്റയാണ് ഉപയോഗിക്കുക. ഓക്കെ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡാറ്റയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ടെസ്റ്റ് ഡാറ്റയിൽ സപ്പോസ് എനിക്ക് കുറേ ഒരു 4 ടെസ്റ്റ് ഡാറ്റയാണുള്ളത്. 4 ടെസ്റ്റ് ഡാറ്റയിൽ എനിക്ക് ഇപ്പോൾ ഇതൊരു ഫോൺ, ഇതൊരു ഫോൺ ലൈക്ക് ഡിസ്ലൈക്ക് പ്രശ്നമാണെന്ന് വെക്കുക, അല്ലെങ്കിൽ പ്രോബ്ലം ആണെന്ന് വെക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്നാണ് 6 മാസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്തതാണോ, വെയിറ്റ് എത്രയാണ്, സ്ക്രീൻ സൈസ് എത്രയാണ്, ഇതൊക്കെ നമ്മുടെ സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂസ് ആണ്. നമ്മൾ ഫീച്ചർ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ ഫീച്ചർ സ്കെയിലിംഗ് എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ സ്റ്റാൻഡർഡൈസ് വാല്യൂസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ കയ്യിൽ ശരിയായിട്ടുള്ള വൈ വാല്യൂ ഉണ്ട്. ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള വൈ വാല്യൂ. അതായത് ശരിയായിട്ടുള്ള വൈ വാല്യൂ ഉണ്ട്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത വൈ വാല്യൂ ആണ് ഇത്. ഈ പ്രഡിക്റ്റ് ചെയ്ത വൈ വാല്യൂ ആണ് ഈ രണ്ടാമത്തെ റോയിൽ. ഇത് ശരിയായ വൈ വാല്യൂ ആണ്. അപ്പോൾ ഇത് വൈ ഹാറ്റ് ആണ്. എന്തൊക്കെയാണ് ഇത് വൈ ആണ്. ഇതെന്താണ്? വൈ ഹാറ്റ് ആണ്. ഓക്കെ, ശരിയായില്ല. ഇത് വൈ വാല്യൂ ആണ്, ഇത് വൈ ഹാറ്റ് ആണ്, ഈ രണ്ടാമത്തെ റോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തെടുത്താണ്. ഇത് നമ്മൾ ടെസ്റ്റ് ഡാറ്റയിലുള്ളതാണ്. ഈ ആദ്യത്തെ റോ ഇത് നമ്മുടെ ടെസ്റ്റ് ഡാറ്റയിലുള്ളതാണ്. ഇത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തെടുത്ത വാല്യൂസ് ആണ്. നമ്മൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തെടുത്ത വാല്യൂസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഓരോ വൈ വാല്യൂസിൽ നിന്ന് വൈ ഹാറ്റ് കുറക്കും. വൈ മൈനസ് വൈ ഹാറ്റ് കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇത് കുറക്കും. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കും. ഇതിൻ്റെ അകത്ത് ഇത് കുറക്കും, അതിൻ്റെ സ്ക്വയർ എടുക്കും. ഇതിൻ്റെ അകത്ത് ഇത് കുറക്കും, അതിൻ്റെ സ്ക്വയർ എടുക്കും. സ്ക്വയർ എടുത്തിട്ട് എല്ലാം കൂടി കൂട്ടും. ഇതേ മൈനസ് ഇതേ സ്ക്വയർ പ്ലസ് ഇതേ മൈനസ് ഇതേ സ്ക്വയർ പ്ലസ് ഇതേ മൈനസ് ഇതേ സ്ക്വയർ പ്ലസ് ഇതേ മൈനസ് ഇതേ സ്ക്വയർ കൂട്ടിയിട്ട് അതിനെ 1/n കൊണ്ട് ഹരിക്കും. ഇവിടെ എത്ര ഡാറ്റ ഉണ്ട്? 1, 2, 3, 4. അപ്പോൾ 4 വെച്ച് ഹരിക്കും. 4 വെച്ച് ഹരിച്ചിട്ട് അതിൻ്റെ റൂട്ട് എടുക്കും. അതിനാണ് നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുക. ഈ കേസിൽ അത് 0.311 വരും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക പേപ്പറിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ റിഗ്രഷൻ ആണെങ്കിൽ നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുന്ന മെട്രിക്കാണ് നമ്മൾ ഇവാലുവേഷൻ ഉപയോഗിക്കാം. ഇനി നമുക്കറിയാം നമ്മുടെ ഈ സാധനം, അതായത് സിഗ്മോയിഡ് നമ്മൾ റിഗ്രഷന് വേണ്ടി മാത്രമല്ല നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാം. ക്ലാസിഫിക്കേഷനാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ആക്യുറസി സ്കോറാണ്. ഞാനിവിടെ എഴുതിയിട്ടില്ല. ആക്യുറസി സ്കോറാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുക. നമ്മൾ റിഗ്രഷനാണ് ഉപയോഗിക്കണമെന്നെങ്കിലാണ് നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ ഉപയോഗിക്കുക. ക്ലാസിഫിക്കേഷൻ ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആക്യുറസി സ്കോറാണ്. ആക്യുറസി സ്കോർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം നമുക്കറിയാം. നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ആക്യുറസി സ്ക്വയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് കറക്റ്റ് പ്രഡിക്ഷൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രഡിക്ഷൻസ് എടുക്കും. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ത്രഷോൾഡ് തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ത്രഷോൾഡിന് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മുടെ സിഗ്മോയിഡിൻ്റെ വാല്യൂ ആ ത്രഷോൾഡിന് മുകളിൽ പോവുകയാണെങ്കിൽ 1 എന്നും, ആ ത്രഷോൾഡ് താഴെയാണ് വരുന്നതെങ്കിൽ നമ്മൾ 0 എന്ന് ഇന്റർപ്രറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ നമ്പർ ഓഫ് കറക്റ്റ് പ്രഡിക്ഷൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രഡിക്ഷൻസ് എടുത്ത് ആക്യുറസി സ്കോർ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഇവാലുവേഷൻ
അളക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ സിഗ്മോയിഡ് ന്യൂറോൺ ഏതാണ്ട് തീരുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ സെഷൻ നോക്കാം. താങ്ക് യു.